ഹലോ എവരിവൺ, ഇത് ലീനസ് സ്പോൺസർ ഡെസ്റ്റിനേഷൻ്റെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പിത്തക്കുലൊക്കെ അറിയും. ഇത് ജംഗിൾ ജിലേബി എന്ന് പറഞ്ഞ ഒരു വൈൽഡ് കളക്ഷനാണ്, യമടൂരിയാണ്. ഇത് അൺയൂഷ്വൽ ഷേപ്പായിട്ടിരിക്കുന്നതാണ്. ഇത് കാർവ് ചെയ്ത് ഷേപ്പാക്കി നല്ലൊരു ഫോമിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ്. എങ്ങനെ അവസാനിക്കുമെന്ന് അറിയില്ല. ഉപയോഗിക്കുന്ന ഒരു സാൻഡർ ഉപയോഗിക്കുന്നുണ്ട്, കോൺകവ് കട്ടർ ഉപയോഗിക്കുന്നുണ്ട്, സ്പ്ലിറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചാണ് ചെയ്യാൻ പോകുന്നത്. ലോക്കൽ ടൂൾസുകളൊക്കെ ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എങ്ങനെ വരുമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ബാക്കിയുള്ള ഡെമോൺസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ഇത് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വെൽക്കം ടു ദ വീഡിയോ.
ഇതിപ്പോൾ നമ്മൾ കാർവ് ചെയ്ത് ഏകദേശം ഷേപ്പിലോട്ടാക്കി അൺവാണ്ടഡ് ഡെഡ് റൂട്ട്സും പിന്നെ ഡെഡ് ട്രങ്ക്സൊക്കെ കാർവ് ചെയ്ത് കളഞ്ഞ് പിന്നെ ഏകദേശം ബ്രാഞ്ച് സെലക്ട് ചെയ്ത് ബ്രാഞ്ച് ഷേപ്പിലോട്ടാക്കി. ഇനി ഇത് നെക്സ്റ്റ് സ്പൗട്ട് ചെയ്ത് ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനെ ഈ ഷേപ്പിൽ തന്നെ നമ്മൾ വയർ ചെയ്ത് ബ്രാഞ്ച് സെലക്ട് ചെയ്ത് ഷേപ്പിലോട്ട് കൊണ്ടുവന്നിട്ട് അതനുസരിച്ച് ഈ ഡെഡ് വുഡ് ലൈം സൾഫൈറ്റ് പുരട്ടി കഴിയുമ്പോൾ ഇത് നല്ല വൈറ്റിഷ് കളറായിട്ട് മാറും. ഇത് ജസ്റ്റ് ഒരു ബിഗിനിങ് മാത്രമാണ്, ഇത് ഒന്നും ആയിട്ടില്ല. ഇനി ഒരു 3-4 പ്രോസസ്സ് കഴിയുമ്പോൾ ഇത് ഷേപ്പിലോട്ടാവും. ഇനി ഇത് ചെയ്യാൻ പോകുന്നത് ഇത് നല്ലപോലെ ഫെർട്ടിലൈസറും ഒക്കെ കൊടുത്തിട്ട് ഇതിനെ നല്ലപോലെ ഡെവലപ്പ് ചെയ്യും. ഒരു 5-6 മാസത്തേക്ക് ഇതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ശരിക്കും വളവും ഇതൊക്കെ കൊടുത്തിട്ട് ഈ ബ്രാഞ്ചൊക്കെ ഡെവലപ്പ് ചെയ്യും. ഏകദേശം ബ്രാഞ്ചൊക്കെ നല്ലൊരു ഷേപ്പിലാണ് നിൽക്കുന്നത്. ഇനി ഒരു അപ്പെക്സ് ഫോം ചെയ്യണം. പിന്നെ ബ്രാഞ്ചിൻ്റെ ഇതിൻ്റെ സൈഡ് ബ്രാഞ്ചസ് വന്നു കഴിയുമ്പോൾ അത് ഷേപ്പിലോട്ടാക്കുക. വേറെ ഇതിനെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇതാണ് ഇതിൻ്റെ ഷേപ്പ്, ബാക്ക് സൈഡാണിത്. എല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ് ഡിസ്റ്റർബായിട്ട് അതിന് ചിലപ്പോൾ ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു റെക്കോർഡ് ആവശ്യത്തിനുള്ള മാത്രമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്, ഇതാണ് ഇതിൻ്റെ വ്യൂ. ട്രങ്ക് ലൈൻ ഇങ്ങനെയാണ് പോകുന്നത്. ഇത് ട്രിപ്പിൾ ട്രങ്കായിട്ടാണ് ഇരിക്കുന്നത്. എല്ലാം കൂടി കട്ട് ചെയ്ത് കളയാണ്ടിരിക്കാനാണ്, ഇത് ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കാനാണ് ഒന്നും ചെയ്യാത്തത്. ഡെഡ് വുഡ് മാത്രം കാർവ് ചെയ്ത് കളഞ്ഞു, ബ്രാഞ്ച് ഷോർട്ടൺ ചെയ്ത് ഷേപ്പാക്കി. ഇനി നെക്സ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്യുക, ഷേപ്പ് ചെയ്യുക, ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിരിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ മെഷീൻസൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് അടുത്ത് നിന്ന് വീഡിയോ എടുക്കാനും പിടിക്കാനും ഒക്കെ. ഇനി ഞാൻ ഇതിൻ്റെ ഒരു ക്ലോസപ്പ് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്. നമുക്ക് ഫ്യൂച്ചറിൽ ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്യണതനുസരിച്ച് ഭംഗിയായി കഴിഞ്ഞാൽ നമുക്കതുപോലെ ബാക്ക് സൈഡും വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കാം, ഫ്രണ്ടായിട്ട് എടുക്കാം. പക്ഷേ ഇതിൻ്റെ ബാക്ക് സൈഡ് കൂടുതലും ആർട്ടിസ്റ്റിക് വ്യൂ അപ്പുറത്തെ സൈഡായത് കാരണമാണ് ഞാൻ ആ സൈഡ് സെലക്ട് ചെയ്തത്. ഇതാണ് ഞാനിപ്പോൾ ചെയ്തു വച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇതൊരു ബിഗിനിങ് മാത്രമാണ്, ബാക്കിയുള്ളതൊക്കെ ഫ്യൂച്ചറിൽ ഭംഗിയാക്കി എടുക്കും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊന്നും അല്ലാത്ത ഒരു അൺയൂഷ്വൽ ഒരു ട്രങ്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുമല്ല, ഇത് ഒരു ഭംഗിയായിട്ട് നമ്മൾ അൺവാണ്ടഡ് എന്നും പറഞ്ഞ് ത്രോ ചെയ്ത് കളയാനാണ്. പക്ഷേ ഇത് ചെയ്തു വന്ന് ഡെവലപ്പൊക്കെ ചെയ്തു വരുമ്പോൾ ഇത് നല്ലൊരു ഭംഗിയായിട്ട് മാറും. അപ്പോൾ ഫ്യൂച്ചറിൽ ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെയ്തത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം ലീനസ് ബോൺസായി ഡെസ്റ്റിനേഷൻ. താങ്ക് യു.